ശശി തരൂർ ഒരു വ്യക്തിയോട് എന്തു സമീപനം എന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം. ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാന പ്രശ്നം പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നുള്ളതാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ശശി തരൂർ പെടില്ല. ശശി തരൂർ LDFുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന നിലയാണ്. അയാൾ പാർലമെന്റ് മെമ്പറാണ്, ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മടിയില്ല. ഇതാണ് കാര്യം. അതാണ് പാർട്ടികൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ ഇവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സഹകരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ കണ്ടീഷനാണ് അവരുടെ മുമ്പിൽ വെക്കുന്നത്. വെറുതെ ഒരു ഏകപക്ഷീയ ഒരു നിലപാടല്ല. പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നിലപാടിനോട് യോജിപ്പുണ്ടോ, അതാണ് പ്രശ്നം. ആരേറ്റ് ഞാൻ പറഞ്ഞില്ലേ, തരൂരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം ഈ നിലപാട് മാറ്റിയാൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിലപാട് എന്ന് പറയുന്നത് ഒന്ന്, ഞങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ്, മതനിരപേക്ഷ നിലപാടാണ്. പിന്നെയുള്ള പറഞ്ഞ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ ആഗോളവൽക്കരണ നയങ്ങൾക്കും പിന്നെ സാമ്രാജ്യത്വവൽക്കരണ നയങ്ങൾക്കും ഞങ്ങൾ എതിരാണ്. അപ്പം അത്തരമൊരു നിലപാട് സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നം തന്നെ എടുത്തു കഴിഞ്ഞാൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ നയങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അല്ല, അത് ചർച്ച ചെയ്ത് നോക്കണ്ടേ അറിയണമെന്നുണ്ടെങ്കിൽ. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന് ബാധകമാണല്ലോ. ആ നിലപാടിനനുസരിച്ചല്ല എന്തൊക്കെ. ഇനി കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹവുമായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. കോൺഗ്രസ് അദ്ദേഹം വിട്ടിട്ടില്ലല്ലോ, കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ നിലപാടിനോട് നമുക്ക് യോജിപ്പില്ല. കോൺഗ്രസിന്റെ നിലപാടിനോട് വിയോജിപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായി ബലപ്പെടാത്തത്. കോൺഗ്രസിന്റെ നിലപാടാണല്ലോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതാണ് പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.